ഓക്കെ, അപ്പം നമ്മളിന്ന് തയ്ക്കാൻ പോകുന്ന ഒരു ഹൈനെക്ക് കോളറായിട്ടുള്ള ഫ്രണ്ടിൽ ഇങ്ങനെ ഹൈനെക്ക് വരുന്ന പോലത്തെ ഒരു പാറ്റേൺ ആയിട്ടുള്ള ഉടുപ്പാണ്. പിന്നെ ഫ്രണ്ടിൽ നമ്മളൊരു നൈഫ് പ്ലേറ്റിൻ്റെ ഒരു ചെറിയ പാറ്റേണും കൂടെ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കായിരിക്കും നിങ്ങൾ കാണുന്നത്, തംബ്നെയിലിൽ കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ആ പാറ്റേൺ തയ്ക്കാം കേട്ടോ. അതിൻ്റെ സ്റ്റിച്ചിങ്, കട്ടിങ് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മെയിൻ ക്ലോത്ത് തന്നെയാണ് ആദ്യമേ മടക്കി ഇട്ടേക്കുന്നത്. ആദ്യം നമ്മൾ ബാക്ക് പോർഷനാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പോർഷന് വേണ്ടിയിട്ട് മെയിൻ ക്ലോത്ത് തന്നെ 44 ഇഞ്ച് വീതിയുള്ള തുണിയാണ് ഇത്. കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് എത്ര ഇഞ്ച് വീതിയുള്ള തുണിയാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. 44 ഇഞ്ച് വീതിയുള്ള തുണിയാണ് രണ്ടായിട്ട് ഇത് ഇതുപോലെ മടക്കി ഇട്ടേക്കുന്നത്. 3 മീറ്റർ തുണിയാണ് ഇതുള്ളത്. ശേഷം എൻ്റെ മെഷർമെൻറ്റുകളെല്ലാം നിങ്ങൾക്കൊന്ന് കാണാം. ടോട്ടൽ ലെങ്ത് വരുന്നത് 44 ഇഞ്ചാണ്. ബസ്റ്റ് വരുന്നത് 30, വേസ്റ്റ് 26, സ്റ്റൊമക്ക് 29, ഹിപ്പ് 34. പിന്നെ സ്ലീവ് ഞാൻ ചിലപ്പോഴേ വെക്കുകയുള്ളൂ കേട്ടോ. എന്ത് വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല. സ്ലീവ്ലെസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ആം ഹോള് 13 കേട്ടോ. ഷോൾഡർ 13.5, ആം ഹോള് 13. ഓക്കെ, ഇനി നമുക്ക് ആദ്യമേ തന്നെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 44 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് എടുത്തേക്കുന്നത്. അതിന് ഞാനൊരു 46 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യൽ തുമ്പാണ് ഞാൻ എക്സ്ട്രാ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇട്ടതിന് ശേഷം നമ്മളിത് ഇവിടെ 46 ഇഞ്ചിൽ ഇവിടെ ഒരു ലൈൻ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം മേളിലേക്ക് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇതുപോലെ തയ്യൽ തുമ്പ്, ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് കയറ്റി ഒരു 1/2 ഇഞ്ച് വരച്ചു കൊടുത്തേക്കുവാണേ. അങ്ങനെ 2 ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ ടോട്ടൽ ഷോൾഡർ എന്ന് പറയുന്നത് 13.5 ഇഞ്ചാണ്. അപ്പം 13.5 ഡിവൈഡഡ് ബൈ 2 കൊടുക്കും കേട്ടോ. രണ്ടായിട്ട് ഭാഗിച്ച് കഴിയുമ്പോൾ 6.25 വരുന്നത്. ആ 6.25 നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും. അപ്പം നിങ്ങളുടെ അളവ് എത്രയാണ്, ഷോൾഡർ ടു ഷോൾഡർ മെഷർമെൻറ്റ് നിങ്ങളുടെ എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്. എൻ്റെ 13.5 13.5 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് എനിക്ക് 6.25 കിട്ടിയത് കേട്ടോ. അപ്പോൾ അവരവരുടെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അതിനകത്ത് ചേഞ്ച് ഒന്നും ഇല്ല കേട്ടോ. അപ്പം 6.25 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് കഴുത്തകലമാണ്. കഴുത്തകലം ഞാൻ ഡബിൾ XS സൈസാണ്, അത്രയും ചെറുതാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കഴുത്തകലം 3 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. പക്ഷേ ഒരു 32 മുതലുള്ളവർക്കൊക്കെ ഒരു 3.5 ഇഞ്ച് എടുത്താലും ഓക്കെ ആയിരിക്കും. അപ്പം ഞാനിവിടെ ചെറുതായതുകൊണ്ട് മാത്രം, എൻ്റെ കഴുത്തിൻ്റെ വണ്ണം കുറവായതുകൊണ്ട് തന്നെ ഞാൻ 3 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 ഇഞ്ച് എടുത്തതിന് ശേഷം എക്സസ്സുകാർക്കൊക്കെ ഈ മെഷർമെൻറ്റ് ഏകദേശം ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ 3 ഇഞ്ച് കഴുത്തകലം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ 2 ലൈൻ ഇട്ടതിനകത്ത് ഇതുപോലെ 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുവാണേ. സ്ലോപ്പ് നമ്മളിത് ഇതുപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ആം ഹോളാണ് മാർക്ക് ചെയ്യുന്നത്. ആം ഹോൾ അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്ലോപ്പ് ഇട്ടേക്കണ ഈ ഒരു പോർഷൻ കൂട്ടാൻ പാടില്ല കേട്ടോ. ഇത് ഇൻറ്റു ആണ്. ഇത് വിട്ടതിന് ശേഷമാണ് നമ്മൾ താഴത്തേക്ക് ഞാനൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. താഴത്തേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എൽ ഷേപ്പിൽ ഇത് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കുകയാണ്. വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ബസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണമേ. ബസ്റ്റ് എൻ്റെ 30 30 ഡിവൈഡഡ് ബൈ 4 ആണ് കൊടുക്കണത്. 4ൽ ചേഞ്ച് ഇല്ല കേട്ടോ. അതും എല്ലാവർക്കും കോൺസ്റ്റൻ്റ് ആണ്. നിങ്ങളുടെ ആ ഒരു ബസ്റ്റ് റൗണ്ട് എത്രയാണോ ബസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 ആണ് എല്ലാവരും കൊടുക്കേണ്ടത്. എൻ്റെ ബസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 30 30 ഡിവൈഡഡ് ബൈ 4 അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങളുടെ 32 ആണെങ്കിൽ നിങ്ങൾ 32 ഡിവൈഡ് ബൈ 4 കൊടുക്കണം. 34 ആണെങ്കിൽ 34 ഡിവൈഡ് ബൈ 4 കൊടുക്കണം. അപ്പോൾ എനിക്കിപ്പം 30 ഡിവൈഡഡ് ബൈ 4 കൊടുത്തപ്പം 7.5 ആണ് കിട്ടിയത്. അത് നമുക്കിത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 7.5 ഇഞ്ച് നമ്മളിത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം 2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ 2 വര, ഈ എൽ ഷേപ്പിൽ നമ്മൾ വരച്ചതിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടുപിടിക്കണം. സെൻറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആം ഹോൾ കർവ് എടുത്തിട്ട് ഈ ഒരു പോയിന്റിലും ഇവിടുത്തെ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് ആക്ച്വലി നമുക്ക് ഈ ഹൈനൊക്കെ വരുന്ന കേസിൽ ഇവിടെ മുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ജസ്റ്റ് ഇത് നിങ്ങൾ ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അളന്ന് നോക്കണം. എങ്ങനെയാണ് അളന്ന് നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. 13 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം 14 ഇഞ്ച് ഡിവൈഡഡ് ബൈ 2 കൊടുക്കണം. അപ്പോൾ 7 ഇഞ്ച് വന്നു. ആ 7 ഇഞ്ച് ഇവിടെ കിട്ടണുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതിനു മുമ്പ് ഇത് നമ്മൾ ഒഴിവാക്കേണ്ടതാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇത് നമ്മൾ ഇല്ല എന്ന് സങ്കല്പിച്ചിട്ട് വേണം ബാക്കിയുള്ള മെഷർമെൻ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 7 ഇഞ്ചില്ലേന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പം മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ഏകദേശം 7 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ മാർക്കിങ് വന്നേക്കണേ. അപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് വരാനായിട്ടാണ് സാധ്യത കൂടുതൽ. അപ്പോൾ 7 ഇഞ്ച് ഇവിടെ വന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഓക്കെ ആയിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം കേട്ടോ.
ഇതിന് ശേഷം നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിന് ശേഷം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ ഹിപ്പിൻ്റെ ആ ഒരു ഇതായിരിക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹിപ്പിൻ്റെത് എല്ലാവരുടെയും ഈ സ്ലിറ്റ് ലെങ്ത് എത്രയാണോ എടുക്കുന്നത് ആ ഒരു ലെങ്ത് കണക്കാക്കി അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 18 ഇഞ്ചാണ് ഇവിടെ കണക്കാക്കുന്നത്. അപ്പോൾ 18 ഇഞ്ചിൻ്റെ അവിടെ ആയിട്ടായിരിക്കും നമ്മുടെ ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്ക് അത്യാവശ്യം ഹൈറ്റ് കുറവുള്ള ആളാണ്, അതുകൊണ്ടാണ് 18 ഇഞ്ചിൽ ഹിപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ 18 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ഹിപ്പെന്ന് പറയണത് 34 അപ്പോൾ 34/4 ചെയ്യണം കേട്ടോ നിങ്ങളെല്ലാവരും. 34/4 കൊടുക്കുമ്പം 8.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ 18 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് നമുക്ക് 8.5 ഇഞ്ചാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഞാൻ ഒരു 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കോട്ടൺ തുണിയാണ്, ഷ്രിങ്ക് ആവാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല ലൂസ് ഫിറ്റ് ആയിട്ട് ഇടുമ്പോഴായിരിക്കും ഇതിന് കുറച്ചും കൂടെ കാണാൻ രസം ഈ പാറ്റേൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് 9 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ 2 മാർക്കിങ്, അതായത് ചെസ്റ്റ് മാർക്ക് ചെയ്ത് ഹിപ്പ് മാർക്ക് ചെയ്ത് ഇതിൻ്റെ 2ൻ്റെ സെൻറ്ററിലായിട്ടാണ് ഞാൻ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാറ്. ഇനി സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉള്ളവർ 13.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ വേസ്റ്റ്. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ 2ൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്യുക, അല്ലാത്തവർക്ക് ഈ 13.5 ഇഞ്ച് കണക്കാക്കിയിട്ട് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ 26 ആണ്. 26/4 കൊടുക്കുമ്പം 6.5 ആണ് വരുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്തിട്ട് 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് സീം അലവൻസും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ വരകളിലൂടെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ എ ലൈനാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പാറ്റേണിൽ എ ലൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഫുൾ വിഡ്ത്ത് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ വിഡ്ത്ത് ഇങ്ങനെ അത് 22 ഇഞ്ചായിരിക്കും. നമ്മുടെ 44 ഇഞ്ച് വീതിയുള്ള തുണി രണ്ടായിട്ട് മടക്കിയിട്ട് കഴിയുമ്പോൾ 22 ഇഞ്ചായിരിക്കും. അപ്പോൾ നമ്മൾ ഈ 22 ഇഞ്ച് വീതിയും വിരിവും നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഹിപ്പ് നമ്മൾ ഇവിടെയാണ് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ പോയിന്റിൽ നിന്ന് 22 ഇഞ്ച് വീതി എവിടെയാണോ വരുന്നത് അത്രയും നമുക്ക് ഒരു ഫ്ലെയർ ആയിട്ട് ഇത് ഇങ്ങനെ എടുക്കാവേ. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയർ ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഈ താഴത്തുനിന്ന് ഒരു 3 ഇഞ്ച് കയറ്റി ഇത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിങ്ങനെ കുത്തി കിടക്കും, 2 സൈഡിലോട്ടും ഇങ്ങനെ കുത്തി കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുത്തി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 ഇഞ്ച് മേളിലോട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു കർവായിട്ടാണ് ഈ താഴത്തെ പോർഷൻ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ബാക്കിൻ്റെ മെഷർമെൻറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ തല കയറാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം ബാക്കിൽ നമ്മൾ ലൂപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ ആ ലൂപ്പിനെ ഇവിടെ നമ്മൾ ഒരു കട്ടിങ്ങും കൂടെ കൊടുക്കണം. അപ്പോൾ എത്ര ഇഞ്ച് ലൂപ്പ് വേണമെന്ന് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തീരുമാനിക്കാം. ഞാനൊരു 6 ഇഞ്ച് ലൂപ്പാണ് കേട്ടോ കൊടുക്കുന്നത്. മൊത്തം തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് കേട്ടോ 6 ഇഞ്ച് ലൂപ്പ് എടുത്തേക്കണത്. 6 ഇഞ്ച് ലൂപ്പ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര ഇഞ്ച് താഴത്തേക്ക് ഇങ്ങനെ ലൂപ്പ് ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്തിടുന്നുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് ഇതിലുള്ളൊരു മാർക്കിംഗ് എന്ന് പറയുന്നത് കഴുത്തിൻ്റെ ഒരു ചെറുതായിട്ടൊരു 1/2 ഇഞ്ച് നമ്മളത് ഈ വരച്ച് വെച്ചേക്കണം. അത് ഇങ്ങനെയൊന്ന് വെട്ടിയും കൂടെ കൊടുക്കണം കേട്ടോ. 1/2 ഇഞ്ച് മതിയേ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലൂപ്പിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ കട്ട് ചെയ്തിടുമല്ലോ, നിങ്ങൾ ഒരുപാട് തയ്യൽ തുമ്പ് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് അതിനനുസരിച്ച് ഇപ്പോൾ 4 ഇഞ്ച് നിങ്ങൾ ഇവിടെ തയ്യൽ തുമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 4 ഇഞ്ച് നിങ്ങൾ എക്സ്ട്രാ ഇട്ട് വെട്ടി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഞാനിപ്പോൾ ഒരുപാടൊന്നും തയ്യൽത്തുമ്പ് എടുക്കുന്നില്ല, വളരെ മിനിമം തയ്യൽത്തുമ്പ് എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാത്തത്. അല്ലാത്ത പക്ഷം നിങ്ങളത് ഇവിടെ എക്സ്ട്രാ ഇത്ര ഒന്ന് ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. നമ്മൾ എത്രയാണോ തയ്യൽത്തുമ്പ് എടുക്കുക ഉദ്ദേശിച്ചേക്കണം അത്ര തന്നെ നമ്മളിവിടെ എക്സ്ട്രാ ഒന്ന് കയറ്റിയിട്ട് കൊടുക്കണം. പിന്നെ ഹൈനെക്ക് ആയതുകൊണ്ട് നമുക്ക് ഫുൾ ടോട്ടൽ ഷോൾഡർ എത്രയാണോ അത്ര തന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കണം കേട്ടോ ഇവിടെ. ഓക്കെ, നമുക്കത് ഈ ഒരു പോർഷനും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാവേ. 6 ഇഞ്ച് ബാക്ക് പോർഷൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്. ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിനി ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ പോകുന്നത്. കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ലൈനിങ് ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കി ഫ്രണ്ടിനും ബാക്കിനും ഉള്ളത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഫ്രണ്ടിനുള്ളത് ഇത്, ബാക്കിനുള്ളത് ഇത്. 4 പീസ്, അതായത് 4 ഭാഗങ്ങളുണ്ട്. 1 2 3 4. അത് രണ്ടും ഫ്രണ്ടിനും ബാക്കിനുള്ള ലൈനിങ് നമ്മൾ ഒന്നിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പീസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒരു ശകലം കയറ്റിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത്ര ഒരു ഡിഫറൻസിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് വെട്ടിയെടുക്കാവേ.
നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കോട്ടൺ ലൈനിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീതി കുറവാണ്. അപ്പം നമ്മൾ ഈ വീതിയിലോട്ട് ഇവിടെ എക്സ്ട്രാ പീസ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പോർഷൻ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് കെർവ് ചെയ്ത് വെട്ടി കൊടുക്കണേ. താഴെ വെട്ടിയ പോലെ തന്നെ. ഇനി നമ്മൾ ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു, ബാക്ക് പോർഷനും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് അതിൻ്റെ ലെങ്ത് അനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ 46 ഇഞ്ചാണ് ബാക്കിലെടുത്തത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ 46 ഇഞ്ച് നീളത്തിലൊരു പീസ് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ കുറച്ച് നൈഫ് പ്ലീറ്റ് നമ്മൾ ഇടുന്നുണ്ട് ഈ ഒരു പോർഷനിൽ. നൈഫ് പ്ലീറ്റ് ആഡ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ തുണി ആവശ്യത്തിന് ലെങ്തിൽ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 46 ഇഞ്ച് നീളത്തിലാണ് ഞാൻ ബാക്കിൽ കട്ട് ചെയ്തത്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഇതേപോലെ തന്നെ 46 ഇഞ്ച് നീളത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിൽ നമ്മൾ നൈഫ് പ്ലീറ്റ് ഇട്ടതിന് ശേഷമാണ് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നൈഫ് പ്ലീറ്റ് ഇട്ടതിന് ശേഷം കാണാം കേട്ടോ. ബാക്കിട്ട് നമ്മൾ എത്ര നീളത്തിലാണ് നൈഫ് പ്ലീറ്റ് ഇടുന്നതെന്നാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അതെ 15 ഇഞ്ച് വീതിയിൽ നീളത്തിലിടാമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്തോരം താഴത്തേക്ക് നൈഫ് പ്ലീറ്റിൻ്റെ ആ ഒരു നീളം വേണം. നൈഫ് പ്ലീറ്റ് എന്താണെന്ന് മനസ്സിലാകാത്തവർ നിങ്ങൾ ആ തമ്മിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് തരം പ്ലേറ്റാണ് നമ്മൾ ഇടണമെന്ന്. അപ്പോൾ അതിൻ്റെ നീളമാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നത്. 15 ഇഞ്ച് നീളമാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചേക്കുന്നത്. ഉറപ്പിച്ചിട്ടില്ല, നമ്മൾ വെച്ച് നോക്കിയിട്ട് നമ്മളത് തീരുമാനിക്കുള്ളൂ കേട്ടോ. 15 ഇഞ്ച് നീളം നമ്മൾ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെൻറ്റർ ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. കാരണം ആദ്യത്തെ നൈഫ് പ്ലേറ്റ് നമ്മൾ സെൻറ്ററിലാണ് ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെൻറ്റർ നമ്മൾ ഇതുപോലൊരു നോച്ച് കൊടുത്തിട്ട് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ സെൻറ്റർ മുതൽ തന്നെ നൈഫ് പ്ലേറ്റ് ഇട്ട് തുടങ്ങുവാണ്. ആദ്യം നമ്മൾ നടുക്കുന്ന തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡും നമുക്ക് ഈക്വലായിട്ട് എന്നിട്ട് ഈക്വൽ എണ്ണ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ സെൻറ്ററിൽ നിന്ന് വേണം നൈഫ് പ്ലേറ്റ് ഇട്ട് തുടങ്ങാനായിട്ട് കേട്ടോ. ഇടയിൽ ഞാൻ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് 15 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ആ വരയെ കൂടി നമുക്ക് അടിക്കാൻ പറ്റില്ല. നമ്മൾ നൈഫ് പ്ലേറ്റ് എടുക്കേണ്ടത് ഇങ്ങനെ ഒരെണ്ണ ഇട്ടതിന് ശേഷം തൊട്ടപ്പുറത്ത് കൃത്യമായിട്ട് അളന്നെടുത്ത് വേണം ഓരോന്നും ഇടാനായിട്ട്. അപ്പോൾ ആ വര നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം നമ്മൾ കാണിക്കാതിരുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളയാതെ അടിക്കണം. അപ്പോൾ ഇതിന് എളുപ്പമുള്ള രീതി എന്താണെന്ന് വെച്ചാൽ സെൻറ്ററിൽ നമ്മളൊരു സ്ട്രെയിറ്റ് പ്ലീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ അടിപ്പിൽ നിന്നൊരു 1/4 ഇഞ്ച് കറക്റ്റ് അടയാളപ്പെടുത്തി എടുത്തതിന് ശേഷം വേണം ഇതടിക്കാൻ. അതിനുശേഷം ഈ ലൈനിൽ നിന്ന് 1/4 ഇഞ്ചാണ് ഇവിടെ തേപ്പെടുത്തോണ്ടാണ്. ഈ ലൈനിൽ നിന്ന് 1/4 ഇഞ്ച് കറക്റ്റ് 1/4 ഇഞ്ചാണ് ഇത്. കണ്ടോ, അത് ഇവിടെ വന്ന് എൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു 1/4 ഇഞ്ച് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ താഴത്തേക്ക് അടിക്കണം. അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് അളന്ന് നോക്കണം. 1/4 ഇഞ്ച് അളന്ന് നോക്കിയിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് സ്പീഡിൽ അടിച്ചു കൊടുക്കണം. ഈ വരച്ച് വെച്ചേക്കുന്ന അത്ര നൈഫ് പ്ലേറ്റ് ഇടാം കേട്ടോ. ഇത്ര നൈഫ് പ്ലേറ്റ് നമുക്ക് ഇട്ടെടുക്കാവേ. അപ്പോൾ അതായത് നമ്മൾ നൈഫ് പ്ലേറ്റ് നല്ല നീറ്റായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. ഒരു സൈഡിലോട്ടാണ് ഞാൻ വെച്ചേക്കുന്നത് നൈഫ് പ്ലേറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ 1 സൈഡിലോട്ട് അങ്ങോട്ടേക്കാണ് അറേഞ്ച് ചെയ്തെടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് അയൺ ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നോർമൽ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിട്ടിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാവേ. നമ്മൾ ഇനി കട്ട് ചെയ്തെടുക്കാൻ പോകണം. നമ്മൾ കൃത്യമായിട്ട് 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇത്. ഇനി നമ്മൾ 6.25 നമ്മുടെ ഷോൾഡർ. അതങ്ങനെ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 6.25. മൂന്ന് ഇഞ്ചായിരുന്നു കഴുത്തകലം. 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. സ്ലോപ്പ് ഇട്ട് കൊടുത്തു. താഴത്തേക്ക് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യുവാണ്. 7 ഇഞ്ചായിരുന്നു ആം ഹോള്. 7 ഇഞ്ച് മാർക്ക് ചെയ്തു. എൽ ഷേപ്പിൽ വരച്ചു. ഇവിടുന്ന് 6.25 തന്നെ അല്ലേ എന്നൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെയാണ് 6.25 വരുന്നത്. എന്നിട്ട് എൽ ഷേപ്പിൽ വരച്ചു. ഇനി നമ്മൾ ജസ്റ്റ് 7.5 ആയിരുന്നു. 7.5 മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്.
2 ഇഞ്ച് സീം അലവൻസ്. ഇനി നമ്മൾ കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടും. 1 ഇഞ്ചാണ് കുഴിച്ചു വെട്ടുന്നത്. നമ്മൾ കുഴിച്ച ആംഹോള് കട്ട് ചെയ്തിട്ടുണ്ട്. കഴുത്തകലം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. നമുക്ക് കഴുത്തും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. 3 ഇഞ്ച് കഴുത്തകലോ 3 ഇഞ്ച് കഴുത്തിറക്കോ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. 3 ഇഞ്ച് കഴുത്തിറക്കം മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മളത് ഇങ്ങനെ ഒന്ന് റൗണ്ടിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെയാണ് നമ്മുടെ ഹൈ നെക്ക് കോളർ വരുന്നത്. 3 ഇഞ്ച് നമ്മൾ താഴത്തേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിനകത്ത് ഡിഫറൻസ് കഴുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതിലും പിന്നെ ഈ കുഴിച്ച് തൈ വെട്ടിയേക്കുന്നതിലും മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി കട്ട് ചെയ്തെടുക്കാവേ. ഇതുപോലെ തന്നെ ഇതേ ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കണതിൻ്റെ കൂടി നമ്മളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തു. നമ്മൾ ഇത്രയും സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കഴുത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കഴുത്ത് നമ്മൾ കോളറൊക്കെ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കോളറിൻ്റെ ആ ഒരു ഏരിയ വരെ എത്തുന്നവരെ നമുക്ക് കാണാം കേട്ടോ. സ്റ്റിച്ചിങ്ങിൽ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ സൈഡിൽ ഒരു പീസ് അറ്റാച്ച് ചെയ്തെടുക്കാനുണ്ടല്ലോ, അതാണ് കേട്ടോ വെച്ച് കൊടുക്കണത്. ഇങ്ങനെ തേരും കൂടെ ഒന്നിച്ച് വെച്ച് കൊടുക്കാത്തിട്ട് ഒരൊറ്റ സ്ട്രെയിറ്റ് ഒരു അടി കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പേൾ പിൻ യൂസ് ചെയ്യാവുന്നതാണ്. എക്സ്പെർട്ടായിട്ടുള്ളവർ യൂസ് ചെയ്യണ്ട കേട്ടോ. ഞാനിപ്പോൾ അധികം സ്റ്റിച്ചിങ്ങിൽ ഇരിക്കാത്തതുകൊണ്ട് അങ്ങോട്ട് വഴക്കം അങ്ങോട്ട് ഇല്ല. അപ്പം നമ്മൾ നോർമലായിട്ടെല്ലാം കട്ട് ചെയ്ത് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ലൈനിങ് ആണ് ആദ്യമേ തന്നെ വെച്ച് കൊടുക്കുന്നത്. പേൾപ്പിന് ഞാൻ എല്ലാ വശങ്ങളിലും കുത്തി കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ആ ഒരു ഫ്ലോ കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ സൈഡിലും പേൾപ്പിനൊക്കെ കുത്തി വെച്ച് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കേട്ടോ തയ്ച്ച് തുടങ്ങുന്നത്. ഇങ്ങനെ തയ്ക്കാൻ നേരം നമുക്ക് നന്നായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. കുടുക്കമൊന്നും ഇല്ലാതെ തയ്ച്ചെടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൽ ഇതേപോലെ ലൈനിങ് വെച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പീസിൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ എക്സസ് ആയിട്ട് വരുന്ന ഈ പോർഷനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. സൈഡിലൊക്കെ നമുക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്ന ലൈനിങ്ങും കഴുത്തിൻ്റെ ആ ഒരു ഉൾപോർഷനിൽ വരുന്ന ലൈനിങ്ങും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിന് ലൈനിങ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ലൈനിങ് ബാക്കിൽ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല വശവും കൂടെ ചേർത്തിട്ടേക്കണേ. അതായത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടി ഇങ്ങനെ മുഖം ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആദ്യമേ തന്നെ പുറകിലൊരു ലൂപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ ആ ലൂപ്പ് നമ്മളിത് ഇതുപോലെ അടിച്ച് മറിച്ചാണ് കേട്ടോ എടുക്കുന്നത്. അത് നല്ല എളുപ്പമാണ് അങ്ങനെ ലൂപ്പ് ഇടാനായിട്ട്. അപ്പോൾ അതായത് നമ്മൾ ഇതുപോലെ തന്നെ ഒരു സെൻറ്ററിൽ ഒരു വെട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വെട്ടിൻ്റെ സൈഡിൽ കൂടെ അത് ഇതുപോലെ ഒന്ന് അടിച്ച് നമ്മളെടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. വീഡിയോയിൽ കാണുന്നതാണ് നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇതുപോലെ സെൻറ്റർ നന്നായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ അടിച്ചതിന് അടുപ്പിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്യാനായിട്ട്. അടുപ്പിൽ കൊള്ളാതെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് അതിങ്ങനെ തിരിച്ചെടുത്തു കേട്ടോ. തിരിച്ചെടുത്തപ്പോഴത്തേന് ആ റോയിഡ്ജ് എല്ലാം ഉള്ളിൽ പോയപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബാക്കിലുള്ള ലൂപ്പ് നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡും വശങ്ങളും എല്ലാം നമ്മളിങ്ങനെ അടിച്ചെടുക്കുകയാണ് കേട്ടോ എല്ലാ സൈഡും. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഷോൾഡറാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് ഷോൾഡർ രണ്ടും കൂടെ ചേർത്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കോളർ കട്ട് ചെയ്യുന്നതും വെച്ച് കൊടുക്കുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ വൺ സൈഡ് ഷോൾഡർ ജോയിൻ ചെയ്ത് ഇനി മറ്റേ സൈഡ് ഷോൾഡറും കൂടെ ജോയിൻ ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ. നമുക്ക് പാകമാണോ, കഴുത്ത് കറക്റ്റായിട്ടാണോ വന്നേക്കണേ. പ്രത്യേകിച്ച് ഈ ഹൈനെക്ക് കോളറൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കഴുത്ത് നല്ല റൗണ്ടിൽ കറക്റ്റ് റൗണ്ടിൽ വരണം. അപ്പോൾ അതിനനുസരിച്ചല്ലേ വന്നേക്കുന്നതെന്നൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ എനിക്ക് ഷോൾഡർ സ്ലോപ്പ് ഇട്ടത് ശകലം കുറഞ്ഞു പോയ പോലെ തോന്നി. അപ്പോൾ സ്ലോപ്പ് ഒരു പൊടിക്കും കൂടെ ഒരു 2 പോയിൻറ്റും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മടക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ കൃത്യമായിട്ടിങ്ങനെ മടക്കിയെടുക്കണമേ. എന്നിട്ട് നമ്മളത് ഇങ്ങനൊരു പീസ് ക്യാൻവാസ് ചെയ്തത് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ എടുക്കണം കേട്ടോ.
ഈ ഒരു ഷേപ്പ്. ഇത് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മളത് ഇങ്ങനെ ഒന്ന് തുറന്നൊന്ന് വെച്ച് കൊടുക്കണേ. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. ഇത് നമുക്ക് മാറ്റാവേ. ഇതിന് മീതയിലോട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ മാറ്റിയതിന് ശേഷം നമുക്കിത് കറക്റ്റ് ഇപ്പോൾ ഷേപ്പായിട്ടൊന്നും അല്ല ഇരിക്കണമെങ്കിൽ കറക്റ്റ് ഷേപ്പിലൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു 3/4 ഇഞ്ച്, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വീതിയൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഒരുപാട് വീതി വേണമെങ്കിൽ ഒരുപാട് വീതി ആഡ് ചെയ്ത് കൊടുക്കാം, കുറച്ച് വീതി മതിയെങ്കിൽ കുറച്ച് വീതി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3/4 ഇഞ്ചൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് ആ ഒരു ചെറിയൊരു വീതിയാണ് എനിക്കിഷ്ടം. ഓൾമോസ്റ്റ് ഒരു 1 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീതിയിൽ നമ്മളത് ഇങ്ങനെ റൗണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ മീതയിലേക്ക് വേണം കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. കറക്റ്റ് നിങ്ങൾ പേന കൊണ്ട് മാർക്ക് ചെയ്യണേ, എന്നാലേ നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് ചോക്കെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. പേന കൊണ്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണവേ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു റൗണ്ട് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പേന കൊണ്ട് വേണം കേട്ടോ അത് മാർക്ക് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ നമുക്ക് പേന നമ്മുടെ കയ്യിൽ ആ സമയത്ത് കിട്ടിയില്ല, അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പീസ് ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ക്ലോത്തിൽ വെച്ച് വേണം അയൺ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണേ. അത് വെച്ച് വേണം നമ്മൾ അടിച്ച് മറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ഞാൻ എടുത്ത ഈ കോളറിൻ്റെ പീസിൽ ശകലം കുറഞ്ഞു പോയി കേട്ടോ. കുറഞ്ഞു പോയത് ഞാൻ പിന്നീട് അത് മാറ്റി എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കാൻ നേരം ശകലം കുറച്ചും കൂടി നീളം ഇങ്ങനെ കൂട്ടിയിട്ടേക്കണം. ഇപ്പം ഞാൻ അടിക്കുന്ന ആ ഒരു വശം കണ്ടില്ലേ, അവിടെ ഒരു 1/2 ഇഞ്ചും കൂടെ നിങ്ങൾ നീട്ടിയിട്ടേക്കണം കേട്ടോ. കറക്റ്റായിട്ട് എടുക്കുവാണെങ്കിൽ പ്രശ്നമില്ല. ഞാൻ അളന്നതിൽ മിസ്റ്റേക്കായിരുന്നു. നിങ്ങൾ കറക്റ്റായിട്ട് അളന്നെടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ എടുത്താൽ മതി. ഇപ്പം അളക്കാൻ നേരത്ത് നമ്മൾ കുറച്ചൊന്നും എടുക്കരുത്. കറക്റ്റായിട്ട് എടുക്കുവാണെങ്കിൽ പ്രശ്നമില്ല. എൻ്റെത് കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ നിങ്ങളൊരു ശകലം നീട്ടി ഇടുവാണെങ്കിൽ നമുക്കത് കുറയ്ക്കണമെങ്കിൽ തയ്ക്കുന്ന സമയത്ത് കുറച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നതാണ് എപ്പോഴും സേഫ്. അപ്പോൾ നമ്മളിത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കണേ. രണ്ട് നല്ല വശവും കൂടെയാണ് നമ്മൾ ചേർത്തിട്ടേക്കണേ. നല്ല വശവും കൂടി ചേർത്തിട്ടിട്ട് ആ ക്യാൻവാസിൽ കയറാതെ നമ്മളിത് ഇതുപോലെ അടിച്ചു കൊടുത്തിട്ട് അകത്തുള്ള എക്സസ് പോർഷൻ നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുവാണേ. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അതിങ്ങനെ തിരിച്ചെടുക്കും കേട്ടോ. ആ മൂലവശം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. ഉള്ളിലുള്ള ആ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. തയ്യലിൽ കയറാതെ വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള തയ്യൽത്തുമ്പ് മാത്രം ഇട്ടാൽ മതി. ഈ ഒരു 1/4 ഇഞ്ച് തയ്യൽത്തുമ്പുണ്ടല്ലോ നമുക്ക് അടിക്കാൻ വേണ്ട തയ്യൽത്തുമ്പ്, ആ ഒരു തയ്യൽത്തുമ്പ് മാത്രം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചെടുക്കാവേ. അപ്പോൾ അതായത് നമുക്ക് നന്നായിട്ടൊന്ന് തിരിച്ചെടുത്ത് കൊടുക്കണതിന് മുന്നേ തന്നെ ഞാൻ ഒരു സൈഡ്, അതായത് ആ ക്യാൻവാസ് നമ്മൾ വെച്ച് കൊടുത്ത ആ സൈഡില്ലേ, ആ സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് ലോങ് സ്റ്റിച്ചിട്ട് വേണം കേട്ടോ ഇത് അടിക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പിന്നീട് അഴിച്ച് കളയുന്ന സ്റ്റിച്ചാണ്. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ അങ്ങോട്ട് മടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് അടിച്ച് കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ പിന്നീട് യൂസ് ചെയ്യത്തില്ല ഇത്. അപ്പോൾ അത് നമ്മൾ ലോങ് സ്റ്റിച്ചിട്ട് അടിച്ച് കൊടുക്കുവാണ്. നമ്മളത് പിന്നീട് ലാസ്റ്റ് നമ്മൾ കോളറെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളത് അഴിച്ച് മാറ്റുന്ന സ്റ്റിച്ചാണത്. ഇതിന് ശേഷം നമുക്കത് ഇതൊന്ന് തിരിച്ചെടുക്കാൻ നേരത്ത് ആ മൂലവശമൊക്കെ നല്ലപോലെ ഒന്ന് കൂർപ്പിച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് അയണും കൂടെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും, അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തള്ളി നിൽക്കുന്ന ആ ഒരു തുണി കണ്ടില്ലേ, ആ ഒരു വശമാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആ സെൻറ്റർ ആദ്യം മാർക്ക് ചെയ്തെടുക്കണമേ. സെൻറ്ററിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ സെൻറ്ററിൽ നമ്മൾ ഇതിൽ 2 നോച്ചിട്ട് കൊടുക്കണം. മെയിൻ ഡ്രസ്സിൻ്റെ സെൻറ്റർ പോർഷനിലും നോച്ചിട്ട് കൊടുക്കണം. ഈ ഒരു കഴുത്തിൻ്റെ കോളറിൻ്റെ സെൻറ്റർ പോർഷനിലും നോച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ പാർട്ടി കൂടാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതിനാണ് നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഈ ഒരു പോർഷൻ നമ്മളിങ്ങനെ കറക്റ്റ് വരച്ചു കൊടുക്കണം. വരച്ചു കൊടുത്തിട്ട് ആ വരയുടെ അകത്തിട്ട് വേണം തയ്ക്കാനായിട്ട്. അതായത് ആ വരയുടെ തൊട്ട് ഇപ്പുറത്തിട്ട്, തയ്യൽ തുമ്പിൻ്റെ വശത്തോട്ട് ചേർത്തല്ല, ഉള്ളിലേക്ക് ഒരു പോയിൻറ്റും കൂടെ കടത്തിയിട്ട് വേണം നമ്മൾ തയ്ച്ച്
അടിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. നിങ്ങൾ പിടിപ്പിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ചീത്ത വശത്താണ് കേട്ടോ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ എവിടെയാണ് പിടിപ്പിച്ച് കൊടുക്കണമെന്ന്. അത് മറിച്ചിട്ടിട്ട്, അതായത് ചീത്ത വശത്ത് ഈ ഒരു ചീത്ത വശം ചേർത്ത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കണത്. അപ്പോൾ അത് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് ഇങ്ങനെ വെച്ച് നോക്കുവാണ്, കണ്ടോ. അപ്പം ഞാൻ വെച്ചപ്പോഴത്തേനും ആദ്യത്തെ എൻ്റെ കുറഞ്ഞു പോയതുകൊണ്ട് രണ്ടാമത് ഞാൻ കുറച്ച് ശകലം അധികം എടുത്തിട്ടാണ്, കുറച്ച് നീളം ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് രണ്ടാമത് ഞാൻ കോളർ കട്ട് ചെയ്തെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അധികം ഇട്ട സാധനം ഞാൻ ഇപ്പം അടിച്ച് അകത്തേക്ക് കളയുവാണ്. അപ്പം നിങ്ങൾക്കും ഇത് കാണുമ്പം ഇതുപോലെ നിങ്ങൾക്കും കൂടുതലുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ തന്നെ ഉള്ളി കളഞ്ഞ് അകത്തേക്ക് ഇതുപോലെ അങ്ങ് കളഞ്ഞ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുവേ. വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങ് നീറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് മറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ വശം ഒരു സൈഡ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മറ്റേ വശം അടിച്ചു വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ ഒരു സമയത്ത് ഞാൻ കൂർപ്പിച്ചെടുക്കുവാണ്. ക്യാൻവാസൊക്കെ അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് മര്യാദക്ക് കൂർപ്പിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പേനയൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതെ, നമ്മൾ ഈ മറുവശം അടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം ഓൾറെഡി നമ്മൾ ലോങ് സ്റ്റിച്ച് ഇട്ട് അടിച്ചെടുത്തേക്കുന്നതുകൊണ്ട് തന്നെ റോ എഡ്ജൊക്കെ ഉള്ളിലോട്ട് വെച്ച് വൃത്തിക്ക് അങ്ങ് അടിച്ചെടുക്കേണ്ട കാര്യമുള്ളൂ. കുറച്ചൊന്ന് ക്ഷമയോടെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്താൽ നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. കോട്ടനും കൂടെ ആയതുകൊണ്ട് അടിപൊളിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ അതെ, നമുക്ക് ഇതുപോലെ ഫുൾ റൗണ്ട് ഇങ്ങോട്ട് അടിച്ചെടുക്കാവേ. ഞാനിപ്പോൾ ഇത് കറക്റ്റായിട്ടാണോ വെച്ചേക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ് പകുതി വരെ അടിച്ചിട്ട് ഞാൻ ഈ പകുതി ഭാഗം കോളർ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കുമായിരുന്നു കേട്ടോ ഉണ്ടായതേ. അപ്പോൾ അതെ, ഇതുപോലെ നിങ്ങൾ ഫുള്ളൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അതെ, അടിപൊളിയായിട്ട് വരുന്നില്ലേ. നമ്മൾ ഇത് വെക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ. നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടുമേ കോളറെ. അപ്പോൾ അത് ഇതുപോലെ വെച്ച് കൊടുത്ത് റൗണ്ടിൽ അങ്ങ് അടിച്ചു കൊടുക്കണേ. കുറച്ച് ക്ഷമയോടെ ചെയ്യേണ്ട പരിപാടിയാണ് കോളർ. ക്ഷമയോടെ ചെയ്താൽ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ല സൂപ്പറായിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇട്ട് നോക്കി. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഏകദേശം തന്നെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ലീവും കൂടെ വെച്ച് സൈഡും ഷേപ്പും അടിച്ച് ഇങ്ങോട്ട് ഇട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ നെക്ക് വെച്ചെടുക്കണം. ഇനി നമ്മൾ കൊളുത്തും കൂടെ വെച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്ക് കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് കൊളുത്തും കൂടെ വെക്കും കേട്ടോ. ഈ ഒരു ഭാഗത്ത് കൊളുത്തും കൂടെ വെക്കുമ്പോൾ നമ്മുടെ തലയൊക്കെ അടിപൊളിയായിട്ട് ഇതിലും അകം വഴി കയറിക്കോളും. നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബൈ. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.